ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മാത്സ് മീ മല്ലു. ഇന്ന് നമ്മൾ സെറ്റ് സെറ്റ് തിയറിയിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് ഉണ്ടായ 2 വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് എന്താണ് സെറ്റ്, അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസ്, അതുപോലെ അതിൽ എന്താണ് ടാബുലാർ ഫോം, എന്താണ് സെറ്റ് ബിൽഡർ ഫോം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ കുറച്ച് ടൈപ്സ് ഓഫ് സെറ്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ വീഡിയോയിലും ഞാൻ ആ സെറ്റ് എന്നുള്ളത് ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാൻ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ഞാൻ അവിടെ ആൻസർ തരുന്നതാണ്, അല്ലെങ്കിൽ അതിനായിട്ട് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എന്താണ് സെറ്റ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് അല്ലേ. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്, അതാണ് സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഈ വെൽ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ, നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റണം? ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ആ സെറ്റിനകത്തെ ഒരു എലമെന്റ് ആണോ, അതിന്റെ ഒരു മെമ്പർ ആണോ അല്ലയോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആണ്. ഇതിന് മുമ്പേ ഉള്ള വീഡിയോയിൽ അപ്പോൾ വെൽ ഡിഫൈൻഡ് അല്ലാത്തതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വെൽ ഡിഫൈൻഡ് വെച്ചാൽ എന്താ, നമുക്കൊരു സെറ്റ് തന്നാൽ ഇപ്പം വവൽസ് തന്നെ എടുക്കാം, AEIOU അല്ലേ. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു ലെറ്റർ, ഒരു ആൽഫബറ്റ് എന്താ സെഡ് ഇതിനകത്തുണ്ടോ, വവലാണോ അല്ലയോ, ഈ സെറ്റിനകത്തുണ്ടോ, സെറ്റ് AE=AEIOU അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. കാരണം അവിടെ സെറ്റ് എനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട് അല്ലേ. എന്താണ്, വവൽസിന്റെ കളക്ഷൻ ആണ് സെറ്റ് എ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ സെറ്റ് അതിൽ ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത് എന്തുകൊണ്ടാ, അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയതുകൊണ്ടാ. അപ്പൊ എന്താണ് വെൽ ഡിഫൈൻഡ് അല്ലാത്ത കളക്ഷൻ? അതാണ് നമ്മൾ പറഞ്ഞത് എന്ത്, ബെസ്റ്റ് ഫുഡ്സ് ഇൻ കേരള, സെറ്റ് ഓഫ് ഓൾ ബെസ്റ്റ് ഫുഡ് അല്ലേ, സെറ്റ് ഓഫ് ഓൾ ബെസ്റ്റ് ഫുഡ് ഇൻ കേരള അല്ലേ. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായി റൈസ് പ്ലസ് ഫിഷ് കറി, അതായിരിക്കും ചിലർക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലവരുടെ കണ്ണിൽ ഇതായിരിക്കും ബെസ്റ്റ് ഫുഡായിട്ട് തോന്നുന്നുണ്ടാവുക കേരളത്തിൽ അല്ലേ. ചിലവരുടെ കണ്ണിൽ കപ്പയും മീൻകറിയും, അല്ലെങ്കിൽ കപ്പയും ബീഫ് കറിയും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ പേഴ്സൺ അനുസരിച്ചിരിക്കും അവരുടെ ഇഷ്ടങ്ങൾ അല്ലേ. അപ്പോൾ ആ ബെസ്റ്റ് ഫുഡ്സിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, അൽഫാം ബെസ്റ്റ് ഫുഡ്സ് ഇൻ കേരളയിൽ പെടുവോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താ, ചിലരുടെ കണ്ണിൽ അൽഫാം എന്താണ്, നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണമാണ്, കേരളത്തിൽ ഇപ്പം എന്താണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫുഡാണ് അൽഫാം. പക്ഷെ മറ്റു ചിലരുടെ കണ്ണിൽ എന്താണ് അത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതിലെ എന്താണ് നമ്മൾ അതിനെ കൂടെ മയോണൈസ് ഒക്കെ ചേർത്ത് കഴിക്കുന്ന സമയത്ത് അത് ആരോഗ്യത്തിന് നല്ലതല്ല അല്ലേ. അപ്പൊ രണ്ട് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ അവിടെ വന്നു. അപ്പൊ നമുക്ക് ആ ബെസ്റ്റ് ഫുഡിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ അൽഫാം പെടുവോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അതെന്തുകൊണ്ടാണ്, അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ അല്ലേ. അപ്പൊ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണെങ്കിൽ മാത്രമാണ് അതെന്താവുന്നത്, സെറ്റ് ആവുന്നത്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. ഇനി എന്തുകൊണ്ടാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് സെറ്റ് എന്ന് പറയുന്നത് സാം എന്ന പേരിലെ ലെറ്റേഴ്സ് എന്താ അറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് സെറ്റ് എ. അതായത് ഇവിടുത്തെ ലെറ്റേഴ്സ് SAM. അപ്പൊ S, A, B എന്നുള്ള സെറ്റ് ഞാൻ പറയുന്നു മാസ് എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ അതിന്റെ കളക്ഷൻ. അതിലെ മാസ് എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സിന്റെ കളക്ഷൻ. അതായത് ഏതൊക്കെയാണ്, M ഉണ്ട്, A ഉണ്ട്, S റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ MAS 2 തവണ എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ കളക്ഷൻ ആണ്. അപ്പൊ നമ്മൾ MAS 2 തവണ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയ എക്സാമ്പിളിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതെന്താണ്, ഈക്വൽ സെറ്റ്സ് ആണ് അല്ലേ. എന്തുകൊണ്ടാ, എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്, ബിയിലുണ്ട്,
തിരിച്ച് ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലും ഉണ്ടല്ലോ. എം ഉണ്ട്, എ ഉണ്ട്, എസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സെറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ്സ് എയും ബിയും ഇവിടെ ഈക്വൽ ആണ്. ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ സെറ്റിനെ കുറിച്ച് പഠിച്ചത് എന്താണ്, സെറ്റ് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് അല്ലെ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ആണല്ലോ. പിന്നെന്താ നമുക്ക് സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്, ഒരു സെറ്റ് എങ്ങനെയാ നമ്മൾ സെറ്റ് ചെയ്യുന്നത്, കേളി ബ്രാക്കറ്റ്സിനകത്താണ് എലമെന്റ്സിനെ കോമ ഇട്ടിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുന്നത് അല്ലെ. ഈ ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ പറയും എലമെന്റ്സ്. ആ സെറ്റിനകത്തെ ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ എന്ത് പറയും, എലമെന്റ്സ് എന്ന് പറയും. ഓക്കെ. ഇനി ആ എലമെന്റ്സ് ഓരോന്നും നമ്മൾ സ്മോൾ ലെറ്ററിലാണ് സാധാരണ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരാം, ഇവിടെ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ആണല്ലോ കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ലെറ്ററിന്റെ ഈ ഒരു വേർഡിലെ ലെറ്റേഴ്സിന്റെ കളക്ഷൻ ആണിത്, അങ്ങനെയാണ് പറഞ്ഞത്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ്, അതിലെ ഒരു എലമെന്റ് പറയണമെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിട്ടാ പറയാം. എക്സ് അവിടുത്തെ ഒരു എലമെന്റ് ആണ്. നമുക്ക് അൺനോൺ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ പറയില്ലേ, അപ്പോൾ നമ്മൾ എ ബിലോങ്സ് ടു എ ആണ്, ബി ബിലോങ്സ് ടു ബി ആണ്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് എലമെന്റ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സെറ്റിലെ മെമ്പേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത് സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ. ഇനി ഒരു എ എന്ന് പറയുന്ന എലമെന്റ് സെറ്റ് എയിലെ എലമെന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും എ ബിലോങ്സ് ടു എ. ഇത് വായിക്കുന്നത് എന്താണ്, എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ, സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇനി എ എന്ന് പറയുന്ന എലമെന്റ് ക്യാപിറ്റൽ എ എന്നുള്ള സെറ്റിലെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി എന്നുള്ള സെറ്റിലെ എലമെന്റ് അല്ല എങ്കിൽ നമ്മൾ എങ്ങനെ കാണിക്കും, എ ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. എങ്ങനെ കാണിക്കും, ഇങ്ങനെ. ബിലോങ്സ് എന്നുള്ള സിമ്പിൾ ഇതാണ് അല്ലെ. ഡസ് നോട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ സ്ട്രൈക്ക് ചെയ്താൽ മതി. അപ്പൊ എ ഡസ് നോട്ട് ബിലോങ്സ് ടു ബി, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് എല്ലായിടത്തും വരാനുള്ള സിമ്പിൾസ് ആണ്. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. പിന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. എങ്ങനെയാണ് ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്, രണ്ട് രീതിയിലുണ്ട് അല്ലെ. ഒന്ന് പറഞ്ഞു എന്താണ്, ടാബുലാർ ഫോം, അല്ലെങ്കിൽ വേറെന്താ പേര്, റോസ്റ്റർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് എന്നെല്ലാം പറയും. ഓക്കെ അല്ലേ. രണ്ടാമത്തത് എന്താ നമ്മൾ പറഞ്ഞത്, സെറ്റ് ബിൽഡർ ഫോം അല്ലെ. സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നൊക്കെ പറയാം. ഇത് കൂടാതെ ഒരു പേരും കൂടി ഉണ്ട് ഇതിന്. സെറ്റ് ബിൽഡർ ഫോമിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വേറൊരു പേര് കൂടിയുണ്ട്, എന്താ, റൂൾ മെത്തേഡ് എന്നും കൂടെ പറയും. റൂൾ മെത്തേഡ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് എക്സാമ്പിൾ എന്തെല്ലാം പറയാം, ടാബുലർ ഫോമിന് അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിന് എന്ത് എക്സാമ്പിൾ പറയാം, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം, സെറ്റ് 1 2 3 4 5 6 എക്സെട്ര അല്ലെ. അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് 6 പ്രൈം നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഫസ്റ്റ് 6 പ്രൈം നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഫസ്റ്റ് 6 പ്രൈം നമ്പേഴ്സ്, അത് ഞാൻ സെറ്റ് ചെയ്യുന്ന പേര് കൊടുത്തു. സെറ്റ് ഓഫ് ഫസ്റ്റ് 6 പ്രൈം നമ്പേഴ്സ് പറയുമ്പോൾ ഏതൊക്കെ വരും, 2 3 പ്രൈം നമ്പേഴ്സ് ആണ്. ആദ്യത്തെ 6 പ്രൈം നമ്പേഴ്സ് 2 3 5 7 11, ഒരാൾ കൂടെ ആണല്ലോ, നെക്സ്റ്റ് വൺ 13 അല്ലെ. അപ്പൊ ഇതാണ് എന്ത്, ടാബുലർ ഫോമിന് അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇനി സെറ്റ് ബിൽഡർ ഫോമിന്റെ എക്സാമ്പിൾ നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2n plus 1, n greater than or equal to 1, പിന്നെന്താ, n belongs to n, അതായത് നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഇതൊരു സെറ്റ് ബിൽഡർ ഫോം അല്ലേ. ഇത് നോക്കിയിട്ട് നമുക്ക് ഇതിലെ എലമെന്റ്സിന് എഴുതാനും പറ്റും. എങ്ങനെ ഇതിന്റെ എലമെന്റ്സ് വരിക, ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എങ്ങനെയുള്ള എക്സുകൾ, 2n plus 1 ആയിരിക്കണം. ആ എൻ്റെ വാല്യൂ പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അതുപോലെ നാച്ചുറൽ നമ്പറും ആയിരിക്കണം. അതായത് എന്നിന്റെ വാല്യൂ ഈ രണ്ടും കൂടെ
ചേർത്തിട്ട് നമുക്ക് എങ്ങനെ പറയാം എന്നിന്റെ വാല്യൂ എങ്ങനെ വരുന്നത് 1 2 3 4 എക്സെട്ര ആണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ n സ്ഥാനത്ത് 1 കൊടുത്താൽ എന്ത് വരും 2 into 1 plus 1 എത്ര വരും 3 വരും. അപ്പൊ ആദ്യത്തെ എലമെന്റ് 3. ഇനി അടുത്ത 2 അല്ലേ കൊടുക്കേണ്ടത്, എന്നിന്റെ വാല്യൂ 2 ഇവിടെ കൊടുത്താൽ എന്നിന്റെ വാല്യൂ 2 കൊടുത്താൽ 2 into 2 2 into 2 4 വരും, 4ഉം 1ഉം കൂടെ ചേർത്താൽ 5. അടുത്തത് 3, എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം 3 കൊടുക്കണം. 2 into 3 എത്ര വരും 6 വരും, 6നോട് 1 കൂട്ടിയാൽ 7 എക്സെട്ര. ഇങ്ങനെയാണ് ഇതിലെ എലമെന്റ്സ് എഴുതാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇത് സെറ്റ് ബിൽഡർ ഫോം. ഞാൻ അതിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്തു, ടാബുലാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഒരു സെറ്റ് ബിൽഡർ ഫോം തന്നാൽ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റണം, അതിന്റെ ടാബുലാർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോം എഴുതാൻ വേണ്ടി പറ്റണം. അതുപോലെ ഒരു റോസ്റ്റർ ഫോം തന്നാൽ നമുക്ക് അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ വേണ്ടി പറ്റണം. ഇതിപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു റോസ്റ്റർ ഫോം വന്നാൽ നമുക്ക് പല രീതിയിൽ എന്ത് എഴുതാൻ വേണ്ടി പറ്റും, അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ വേണ്ടി പറ്റും. ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്താൽ സെറ്റ് ഫോൾ എക്സ് സെറ്റ് ദാറ്റ് സെറ്റ് ബിൽഡർ ഫോം ആണ് എഴുതുന്നത്. സോറി, റോസ്റ്റർ ഫോം എഴുതാം. സെറ്റ് ബിൽഡർ ഫോം അല്ല, റോസ്റ്റർ ഫോം. ഞാൻ ഇപ്പോൾ 2 3 5 7 30 ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ വേണ്ടി തോന്നുന്നത്, സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ദാറ്റ് പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ. കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? 2 3 5 7 അടുത്ത പ്രൈം നമ്പർ ഏതാ 11 ആണ്, പക്ഷെ 11 അവിടെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇത് പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ. എക്സ് ഈസ് എ പ്രൈം നമ്പർ. എത്ര വരെയുള്ള പ്രൈം നമ്പറാണ് കൊടുത്തിട്ടുള്ളത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത നമ്പർ 14 അല്ലേ, അപ്പൊ ലെസ് ദാൻ 14 എന്ന് വേണമെങ്കിൽ കാണിക്കാം. അപ്പൊ ഞാൻ ഇവിടെ ലെസ് ദാൻ 14, പിന്നെ അവിടെ 11 വരുന്നില്ലല്ലോ, അപ്പൊ നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 11 എന്നുള്ള കണ്ടീഷനും കൂടെ എക്സ്ട്രാ കൊടുക്കണം അല്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമല്ലോ. ഇനിയിപ്പോ ഞാൻ വേറൊരു സെറ്റ് കൊടുക്കുന്നത് സെറ്റ് 1 3 5. ഇത് നമുക്ക് ഏതൊക്കെ രീതി കൊടുക്കാം, ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സ്, ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിലോ ഡൈസിലെ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെ, അങ്ങനെ പല രീതിയിൽ നമുക്ക് സെറ്റ് ബിൽഡർ ഫോം ആക്കിയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പൊ ഈ ഡൈസ് പറഞ്ഞത് മനസ്സിലായല്ലോ, നമ്മൾ എണിയും പാമ്പും കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു സംഭവം അല്ലേ, 1 2 3 അല്ലേ, അതാണ് ഡൈസ്. ഓക്കെ അല്ലേ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് നോക്കാം. നമ്മൾ ഇത് 3 എം ടി സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ് സെറ്റ് ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ നോക്കാം. എം ടി സെറ്റ് എന്താണ്, എം ടി സെറ്റ് അല്ലെങ്കിൽ വേറൊരു പേര് നൾ സെറ്റും കൂടെ പറയേ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല. നൾ സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്നൊക്കെ പറയും. എം ടി സെറ്റ്, നൾ സെറ്റ്, വോയിഡ് സെറ്റ്, ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടാവല്ലോ, അതിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, ഇപ്പൊ നമുക്ക് +1 ലെവലിൽ നമുക്ക് എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ മതി, വോയിഡ് സെറ്റും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ എന്താണ് നൾ സെറ്റ് അല്ലെങ്കിൽ എന്താണ് എം ടി സെറ്റ്? എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ് ഈസ് കോൾഡ് എ നൾ സെറ്റ് അല്ലേ. ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റും കണ്ടെയ്ൻ ചെയ്യുന്നില്ല എങ്കിൽ, അതായത് ഇപ്പം സെറ്റ് എ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, ഇതിനകത്ത് ഒരു നമ്പറും ഇല്ല, ഒരു എലമെന്റും എഴുതിയിട്ടില്ല അല്ലെ, ഇതിനെ നമ്മൾ എങ്ങനെയും റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞു, ഈ ഒരു രീതിയിലും റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ 5. ഓക്കെ അല്ലേ. പിന്നെന്താ പറയാ, ഞാൻ ഈ പറഞ്ഞത് എന്താ, നൾ സെറ്റിനെ നമുക്ക് എം ടി സെറ്റ് എന്ന് പറയാം, വോയിഡ് സെറ്റ് എന്ന് പറയാം അല്ലെ. അപ്പൊ അത്രയാണ് നമുക്ക് നൾ സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. എ എന്ന് പറയുന്ന സെറ്റ്, ഞാൻ അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നു. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. എക്സ് എന്താണ്, പ്രൈം നമ്പർ ആണ്. ബിറ്റ്വീൻ 90 ആൻഡ് 96. അപ്പൊ ഇത് നിങ്ങൾക്ക് കുറച്ച് ടഫ് ആയിരിക്കും. ഞാൻ ഈ എക്സാമ്പിൾ തന്നെ പറയാൻ വേണ്ടി കാരണം, ഇതല്ലാത്ത എക്സാമ്പിൾ ഞാൻ ഇതിന് മുമ്പെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി കാരണം, നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടല്ലോ, ഇപ്പോൾ NDA പോലെയുള്ളത്, നീറ്റ്, കീം അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം.
പ്രൈം നമ്പർ ബിറ്റ്വീൻ 90 ആൻഡ് 96. അപ്പോൾ 90ക്കും 96നും ഇടയിൽ പ്രൈം നമ്പർ ഉണ്ടോ ഇല്ലയോ, അതിലാണ് കാര്യം അല്ലേ. ഇവിടെ ഇപ്പൊ ഞാൻ എം ടി സെറ്റിന്റെ എക്സാമ്പിൾ അല്ലേ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഇടയിൽ പ്രൈം നമ്പർ ഇല്ല, അതായത് 5 അല്ലേ. 90ക്കും 96നും ഇടയിൽ എന്തില്ല, പ്രൈം നമ്പേഴ്സ് ഇല്ല. ഇനി അടുത്തത് സിംഗിൾട്ടൺ സെറ്റ്. എന്താണ്? എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി വൺ എലമെന്റ് ഈസ് കോൾഡ് എ സിംഗിൾട്ടൺ സെറ്റ്. എന്താണ്? ഒരു സെറ്റില് ഒറ്റൊരു എലമെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ, ഒറ്റൊരു എലമെന്റിനെ മാത്രമേ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 0. ഇത് നോക്കിയേ, ഇവിടെ ഇപ്പൊ നിങ്ങൾ 0 കണ്ടിട്ട് ഇത് എം ടി സെറ്റ് അല്ലെന്നൊന്നും വിചാരിച്ചേക്കല്ലേ. ഇതെന്താണ്? 0 എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ് അല്ലേ. എം ടി എന്നാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക, അകത്ത് ഒന്നും ഉണ്ടാവില്ല, ഒരു കുത്തും കോമയും ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഇവിടെ എന്താണ്? 0 എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് അല്ലേ, ഒരു എലമെന്റ് മാത്രം കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതെന്താണ്? സിംഗിൾട്ടൺ സെറ്റ് ആണ്. വേറൊരു എക്സാമ്പിൾ പറയാം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 10 ഈക്വൽ ടു 0 വേർ എക്സ് ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. ഇവിടെ നോക്കിയേ, എക്സിനോട് എത്ര ആഡ് ചെയ്യുമ്പോൾ 10 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നത്. അങ്ങനെ ഏത് ഇൻഡിജറാണ് ഉള്ളത്? -10 അല്ലേ. -10നോട് 10 ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് 0 കിട്ടുന്നത്. വേറെ ഒരു ഇൻഡിജർ അവിടെ കൊടുത്താലും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടില്ല. അപ്പൊ സെറ്റ് ഏതാ? -10. എക്സിന് -10 കൊടുക്കുമ്പോഴാണ് 10നോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നത് അല്ലേ. അതും സിംഗിൾട്ടൺ സെറ്റിന്റെ എക്സാമ്പിൾ ആണ്. വീണ്ടും നമ്മൾ ഫൈനൈറ്റ് സെറ്റ് പറഞ്ഞതാണ്, എന്നാലും അതിന്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. എന്താ? എ സെറ്റ് ഈസ് കോൾഡ് എ ഫൈനൈറ്റ് സെറ്റ് ഇഫ് ഇറ്റ് ഈസ് എയ്തർ വോയിഡ് സെറ്റ് or its elements can be counted. അല്ലെങ്കിൽ അങ്ങനെ പറയണ്ട. എ സെറ്റ് ഈസ് കോൾഡ് എ ഫൈനൈറ്റ് സെറ്റ് ഇഫ് ഇറ്റ് ഈസ് എയ്തർ വോയിഡ് സെറ്റ്. വോയിഡ് എന്ന് വെച്ചാൽ എന്താ? ഞാനിപ്പോ പറഞ്ഞു, എന്താ? എം ടി സെറ്റ്. ഒന്നെങ്കിൽ അത് എം ടി സെറ്റ് ആവണം, അല്ലെങ്കിൽ അതിലെ എലമെന്റ്സിനെ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് അതിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റണം. കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ മാത്രം പോരാ, കൗണ്ട് ചെയ്തിട്ട് ഇത്ര എണ്ണം ഉണ്ടെന്ന് പറയണം. കൗണ്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറ്റിയാൽ പോരാന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഇപ്പം നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ 1 2 3 4 5 നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോ ഇത് ഫൈനൈറ്റ് സെറ്റ് ആണോ? അല്ല, ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഇത് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, പക്ഷെ അതെന്തല്ല, ഫൈനൈറ്റ് സെറ്റ് അല്ല, ഇൻഫിനിറ്റ് സെറ്റ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ മാത്രം പോരാ, എന്തുണ്ടാവണം? അവിടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇതിനൊരു എന്താണ്, എൻഡിങ് ഉണ്ടാവണം, എൻഡ് ഉണ്ടാവണം. ഇപ്പൊ നമ്മള് ഫൈനൈറ്റ് സെറ്റ്, നമ്മളെ വവൽസിന്റെ കളക്ഷൻ എ ഇ ഐ ഒ യു, അവിടെ 5 എലമെന്റ്സ് ആ ഉള്ളത് അല്ലെ, അത് ഫൈനൈറ്റ് ആണ് അല്ലെ. അല്ലെങ്കിൽ ദ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100, അതെന്താണ്? ഫൈനൈറ്റ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെ വരും? 1 2 3 എക്സെട്ര മുതൽ 99 വരെ വരും അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ അവിടെ 99 എലമെന്റ്സ് ഉണ്ടെന്ന് പറയാം, അത് ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ അല്ലേ. അപ്പോ ഒരു ഫൈനൈറ്റ് സെറ്റിലെ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിനെ ടോട്ടൽ നമ്പറിനെ നമ്മൾ അതിന്റെ കാർഡിനാലിറ്റി അല്ലെങ്കിൽ കാർഡിനൽ നമ്പർ എന്നെല്ലാം പറയും. അതായത് ഇപ്പം എ എന്നുള്ളൊരു സെറ്റിനെ എടുക്കാം. എ എന്നുള്ള സെറ്റില് ഞാൻ എഴുതുന്നു 1 3 5. അപ്പോൾ ഇത് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ട് പറയാലോ? 1 2 3, 3 എലമെന്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇതിന്റെ കാർഡിനൽ നമ്പർ, കാർഡിനാലിറ്റി, ഈ സെറ്റിന്റെ കാർഡിനൽ നമ്പർ CARDINAL, കാർഡിനൽ നമ്പർ അല്ലെങ്കിൽ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എത്രയാണ്? 3 ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ. ഇനി ഇതുപോലെ ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അതായത് കാർഡിനൽ നമ്പർ നമുക്ക് ഫൈനൈറ്റ് നമ്പർ പറയാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇക്വിവാലന്റ്
സെറ്റ്സ്. ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് പഠിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് എന്തെങ്കിലും പുറമേയുള്ള എക്സാംസിനൊക്കെ നമുക്ക് ഇത് പഠിക്കുന്നത് ഇക്വലന്റ് സെറ്റ്സ് അതുപോലെ ഈക്വൽ സെറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരപ്പെടും. അപ്പൊ എന്താണ് ഇക്വാലന്റ് സെറ്റ്സ്? രണ്ട് ഫൈനൈറ്റ് സെറ്റ്സ് എടുക്കാം, എയും ബിയും. രണ്ട് ഫൈനൈറ്റ് സെറ്റ്സ് ഇക്വിവാലന്റ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ കാർഡിനൽ നമ്പേഴ്സ് സെയിം ആയാൽ മതി. അതായത് n ഓഫ് എ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എയും നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബിയും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ രണ്ട് സെറ്റ്സും ഇക്വിവാലന്റ് സെറ്റ്സ് ആണെന്ന് പറയും. എക്സാമ്പിൾ, സെറ്റ് എ ഈക്വൽ ടു 1 3 5, അതായത് ഡൈസ് എറിയുമ്പോഴുള്ള ഓഡ് നമ്പേഴ്സിന്റെ കളക്ഷൻ, അങ്ങനെ എടുക്കാം. അതുപോലെ സെറ്റ് ബി ഈക്വൽ ടു ഞാൻ എടുക്കുന്നു, ഡൈസ് എറിയുമ്പോഴുള്ള ഈവൺ നമ്പേഴ്സിന്റെ കളക്ഷൻ. ഇവിടെ നോക്കിയേ, രണ്ടിന്റെ കാർഡിനൽ നമ്പർ എത്രയാണ്? രണ്ടിലും 1 2 3 എലമെന്റ്സ് ആണ് അല്ലെ? 1 2 3 മൂന്ന് എലമെന്റ്സ് ആണ് രണ്ടിലും ഉള്ളത്. അപ്പൊ n ഓഫ് എ ഈക്വൽ ടു n ഓഫ് ബി ആണ്. അപ്പൊ അതെന്തായി? ഇക്വിവാലന്റ് സെറ്റ്സ് ആയി. രണ്ടിലും തുല്യ നമ്പർ എലമെന്റ്സ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇക്വിവാലന്റ് സെറ്റ് ആയി. ഇനി ഈക്വൽ സെറ്റ്സ് നേരത്തെ ഞാൻ എങ്ങനെയാ പറഞ്ഞത്? ഈക്വൽ സെറ്റ്സ് ആണെന്ന് പറയണമെങ്കിൽ കാർഡിനൽ നമ്പർ മാത്രം ഈക്വൽ ആയാൽ പോരാ, എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഞാൻ നേരത്തെ രണ്ട് വേർഡ് സാമും മാസും, സാം എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സിനെ അതിന്റെ സെറ്റാണ് SAM. മാസ് എന്നുള്ള വേർഡിന്റെ ലെറ്റേഴ്സ് ആണ് ഏത്? MAS. അപ്പൊ ഇവിടെ M ഉണ്ട്, A ഉണ്ട്, S ഉണ്ട്. അപ്പൊ അതെന്താവും? ഈക്വൽ സെറ്റ്സ് ആവും. അപ്പോൾ ഈക്വൽ സെറ്റ്സ് ആവണമെങ്കിൽ എന്തായാൽ മാത്രം പോരാ, കാർഡിനൽ നമ്പർ ഈക്വൽ ആയാൽ മാത്രം പോരാ, എലമെന്റ്സും എന്തായിരിക്കണം? എക്സാക്ട്ലി ഈക്വൽ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അത് ഈക്വൽ സെറ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എല്ലാ ഇക്വിവാലന്റ് സെറ്റും ഈക്വൽ സെറ്റ് ആവോ, അതോ എല്ലാ ഈക്വൽ സെറ്റും ഇക്വിവാലന്റ് സെറ്റ് ആവോ? എന്താ തോന്നുന്നത്? ഈക്വൽ സെറ്റ്സ് ഒക്കെ എന്തായിരിക്കും? ഇക്വിവാലന്റ് ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാ? ഈക്വൽ സെറ്റ്സിൽ കാർഡിനൽ നമ്പർ സെയിം ആയിരിക്കും, അതുപോലെ എലമെന്റ്സും സെയിം ആയിരിക്കും അല്ലേ? സെയിം കാർഡിനൽ നമ്പറും സെയിം എലമെന്റ്സും ആയിരിക്കും അല്ലേ? നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? സെയിം കാർഡിനൽ നമ്പർ ആണ് വേണ്ടത് അല്ലേ? പക്ഷെ എല്ലാ ഇക്വിവാലന്റ് സെറ്റും എന്താവണമെന്നില്ല? ഈക്വൽ ആവണമെന്നില്ല അല്ലെ? എല്ലാ ഇക്വിവാലന്റ് സെറ്റും ഈക്വൽ ആവണമെന്ന് ഇല്ല. എന്തുകൊണ്ടാ? ഇക്വിവാലന്റ് ആവാനുള്ള കണ്ടീഷൻ സെയിം കാർഡിനാലിറ്റി ഉണ്ടാവണമെന്നേ ഉള്ളൂ. എന്താവണമെന്നില്ല? അവിടുത്തെ എലമെന്റ്സ് സെയിം ആവണമെന്നില്ല. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 1 3 5 എന്തിന് ഈക്വൽ അല്ല? 2 4 6ന് ഈക്വൽ അല്ലല്ലോ. കാർഡിനൽ നമ്പർ മാത്രം, അതായത് രണ്ടിലും 3 എലമെന്റ്സ് വീതമാണ് ഉള്ളത്, അത് മാത്രമേ ഓക്കെ ആവുന്നുള്ളൂ. സെയിം എലമെന്റ്സ് എന്നുള്ള കണ്ടീഷൻ ഇവിടെ ഓക്കെ അല്ല. അപ്പോൾ ഇക്വലന്റ് എന്താവില്ല? ഈക്വൽ ആവില്ല, അല്ലെങ്കിൽ ആവണം നിർബന്ധമില്ല അല്ലെ? നീഡ് നോട്ട് ബി. ഇക്വിവാലന്റ് സെറ്റ്സ് need not be equal set, but equal sets are always equivalent sets. Okay. ഇനി അടുത്തത് പറയാനുള്ളത് സബ്സെറ്റ് എന്താണ്? സബ്സെറ്റ്? രണ്ട് സെറ്റ് എയും ബിയും, അതിന്റെ കേസിൽ നമുക്ക് ഒന്ന് മറ്റൊന്നിന്റെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഇപ്പൊ നോക്കാം, എ സബ്സെറ്റ് ഓഫ് ബി, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എ സബ്സെറ്റ് ഓഫ് ബി, സബ്സെറ്റ് ഓർ ഈക്വൽ ടു, ഒന്നെങ്കിൽ സബ്സെറ്റ് ആവാം അല്ലെങ്കിൽ എ ബിക്ക് ഈക്വൽ ആവാം. അതുകൊണ്ടാണ് ഇവിടെ താഴെ ഒരു വര എക്സ്ട്രാ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെങ്കിൽ ഇഫ് എവരി എലമെന്റ് ഓഫ് എന്തായിരിക്കണം? ഇഫ് എവരി എലമെന്റ് ഓഫ് എ ഈസ് എൻ എലമെന്റ് ഓഫ് ബി. every element of A is an element of B. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും A subset or equal to B. A subset of B എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് നമ്മൾ പറയും A subset of B ആണെങ്കിൽ if X belongs to A, X എന്ന് പറയുന്നത് Aയിലെ ഒരു എലമെന്റ് ആണെങ്കിൽ ആ X എന്ന് പറയുന്നത് ഏതിലെ എലമെന്റ് ആയിരിക്കും? which implies X belongs to B. ബിയിലെയും എലമെന്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് പറയാം, എ എന്നുള്ള സെറ്റ് 1 2 3 ആണെന്ന് വിചാരിക്കുക. ബി എന്നുള്ള സെറ്റ് 1 2 3 4 5
സിക്സ് ആണെന്ന് വിചാരിക്കും. ഇവിടെ നോക്കിയേ, ഈ 1 2 3 കംപ്ലീറ്റ് ഏതിനകത്തുണ്ട്? ബിക്ക് അകത്തുണ്ട് അല്ലേ? അതായത് എ ഏതിന്റെ അകത്തുണ്ട്? ബിയുടെ അകത്ത് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ സബ്സെറ്റ്, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് അല്ലേ? തിരിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് വലിയ സെറ്റ് ബി അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ബി സൂപ്പർ സെറ്റ് ഓഫ് എ എന്നും തിരിച്ച് പറയാം. ഇതെന്താ വായിക്കുക? സൂപ്പർ സെറ്റ് എന്നുള്ളതാണ് വായിക്കുക. ഓക്കെ, അപ്പോൾ നേരെ തിരിച്ചാണെങ്കിലും നമ്മൾ എന്ത് പറയും? സൂപ്പർ സെറ്റ്. വലിയ ആള് ബി അല്ലേ? ബിക്ക് അകത്താണ് എ ഉള്ളത്. അപ്പൊ നമ്മൾ പറയും ബി എയുടെ സൂപ്പർ സെറ്റ് ആണെന്ന് പറയും. സൂപ്പർ സെറ്റ്. അപ്പൊ സബ്സെറ്റും സൂപ്പർ സെറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി എന്താണ് പ്രോപ്പർ സബ്സെറ്റ്, അതുപോലെ ഇംപ്രോപ്പർ സബ്സെറ്റ്, അതുപോലെ പവർ സെറ്റ്, ഇതൊക്കെയും പറയാനുണ്ട്. ടൈപ്സ് ഓഫ് സെറ്റിൽ ഇതൊക്കെ നമുക്ക് പറയാനുണ്ട്. അതുപോലെ യൂണിവേഴ്സൽ സെറ്റ് എന്താണ്, ഇതൊക്കെ പറയാനുണ്ട്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ കമന്റ് ബോക്സിൽ ഇടുക.